മാറ്റ്, കാല് മാറ്റ്. ഉറങ്ങാൻ സമ്മതിക്കില്ല. എഴുന്നേക്ക് ബ്രോ, നേരെ ഒരുപാടായി. ലെറ്റ്സ് മൂവ്. ആ മോളോട് പറഞ്ഞിട്ട് കൊറേ ഇറങ്ങാം. നേരം ഉറങ്ങിപ്പോയല്ലേ. മോളെ മോളെ. ആ ചേട്ടാ, ദേ വരുന്നു. നിങ്ങൾ എത്ര പെട്ടെന്ന് പുറപ്പെട്ടോ? ഞങ്ങളെന്നാ പോയേക്കും മോളെ. ഇത് നോക്ക്, നന്നായി പഠിക്കണം. ഈ പ്രായത്തിൽ ജോലിക്കൊന്നും പോരുത്. ശരി ഏട്ടാ. ഇതെന്റെ കാർഡാ, വിളിച്ചാ മതി, ഞാൻ തിരിച്ചു വരും. ബൈ. ബൈ ബൈ മോളെ. ബൈ ചേട്ടാ. ബൈ. ബൈ. ഈ മഹാലക്ഷ്മിയുടെ വീട്. നിങ്ങൾ ആരാ? ആര്യ കാണണ്ടേ? ഞാൻ സൂര്യനാരായണ വർമ്മയുടെ മകനാ. ആണോ? അയ്യോ, മനസ്സിലായില്ല മോനെ ഞങ്ങൾക്ക്. അച്ഛന് സുഖമാണോ? അമ്മോ വാ, കേറി വാ, അകത്ത് സംസാരിക്കാം. വാ. മോന് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്ത് ചെയ്യാ മോൻ? അച്ഛനമ്മക്കൊക്കെ സുഖമല്ലേ? എത്ര നാളായി കണ്ടിട്ട്. ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഇവനെ. ഇപ്പൊ അങ്ങ് വലുതായി പോയി. ക്ഷീണിച്ചു വന്നതല്ലേ? നീ ആദ്യം അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് ഒന്ന് കൊടുക്കാൻ സംസാരിക്കട്ടെ. അവളുടെ വർത്താനം പറച്ചില്. വാ, ഭക്ഷണം കഴിക്കാം. വാ മോനെ, വാ കഴിക്കാം. ചെല്ലേ ചെല്ലേ വാ. ചിക്കന് ലെഗ് പീസ് എനിക്ക് ബാക്കിയുള്ളത് അവന് കൊടുത്തേക്ക്. ഇങ്ങനെ നോക്കിയിരിക്കല്ലേ, വേഗം കഴിക്ക്. ചിക്കൻ നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? നീ എന്തോരം ചിക്കൻ കഴിക്കുമായിരുന്നു. ഒന്ന് കഴിക്കാൻ പറയുന്നേ. വിളമ്പി കൊടുക്ക്. ഞാൻ വിളമ്പാക്കിട്ടാണോ? മൂത്തവളെയാണോ അത് ഇളയവളെ? ഈ പീസ് കൂടെ കഴിക്ക്. ആവശ്യമില്ലാത്ത പറയാം. വർത്താനൊക്കെ പിന്നെ പറയാൻ. കഴിക്ക് മോനെ, നീയും കഴിക്ക്, എന്നിട്ട് സംസാരിക്കാം. ഇനി പോയി കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ. ഫുഡ് നല്ല ടേസ്റ്റ്. മോളെ, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്കണേ. നിങ്ങൾ അവിടെ കിടന്നോ മക്കളെ? ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ല, ഇവിടെ കിടക്കാല്ലേ. എഴുന്നേക്കടാ, സമയം ഒരുപാടായി, പോകണ്ടേ? അല്ല, ഇത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും എഴുന്നേൽക്കണം? അയ്യോ, നിങ്ങൾ ഇറങ്ങാൻ നിൽക്കണോ? ഇപ്പൊ തന്നെ പോണോ മോനെ? പിന്നെ ഒരിക്കലാവാലോ. ഇപ്പൊ ഞങ്ങൾ പോട്ടെ. കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിച്ചിട്ട് പോയേ പോരെ മോനെ? എത്ര നാള് കൂടിയിട്ടാ നിങ്ങളൊക്കെ കാണുന്നേ? പെട്ടെന്ന് ഇങ്ങനെ പോന്ന് പറഞ്ഞു. ഒന്ന് പറ ചേട്ടാ. ഞാൻ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരാം. എന്താ കാര്യം എന്ന് വെച്ചാ, ഉള്ള സമ്പാദ്യമൊക്കെ പോയപ്പോ കടത്തില്ല. കടക്കാരെ കൊണ്ട് ശല്യമായി കഴിഞ്ഞപ്പോ അച്ഛനെ പിടിക്കാൻ പോയി. നിങ്ങളെപ്പോലുള്ള നല്ല ബന്ധുക്കളോടൊപ്പം ഞാൻ എന്തിനാ അലഞ്ഞു നടക്കുന്നത്? ഉറപ്പായിട്ടും തിരിച്ചു വരും. ചെറിയൊരു ജോലിയുണ്ട്, അതൊന്നും തീർത്തിട്ട് ഞാൻ എത്തിക്കോളാം. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ മോനെ, ഇനി വരണോന്നില്ല. മോനെ, കുറെ നാളുകൾക്ക് ശേഷം വന്നുകൊണ്ടാണ് കേറ്റിരുത്തി സൽക്കരിച്ചത്. അത് മനസ്സിൽ വെച്ച് ഇവിടെ സ്ഥിരതാമസമാക്കാൻ നോക്കണ്ട. പിന്നെ നീയും ഇവിടുത്തെ വേലക്കാരനും തമ്മിൽ എന്താടാ വ്യത്യാസമുള്ളത്? കാശുണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ അല്ലേ? വർത്താനം പറഞ്ഞത് മതി, ഒന്ന് പോവാൻ നോക്കി. ഈ കാശുണ്ടല്ലോ, ഞങ്ങൾ കൊടുത്ത കാശ് വെച്ചിട്ടാണ് നിന്റെ അപ്പൻ ഇത്രയും വലിയ പണക്കാരനായി മാറിയത്. അതേ, ഈ നടുക്കടലിൽ കൊണ്ട് നായയെ നിർത്തിയാൽ പോലും അത് നക്കി തന്നെയല്ലേ കുടിക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. നോക്കങ്ങള്, ദിവസം 10 നേരം നിങ്ങൾ ആ കാശെടുത്ത് വീഴുന്നു. എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത്. ആ മതി, ഒന്ന് പോവാൻ നോക്കിയേ. ഓരോന്നും വലിഞ്ഞു കയറി വരും. നീ ഇപ്പൊ എങ്ങോട്ട് പോവാന്ന്? വേറൊരു ബന്ധുവിന്റെ വീടും കൂടി ഉണ്ട്. ബെസ്റ്റ്. ഇപ്പതേ ഒരുത്തന അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ ഉള്ളൂ. നീ അടുത്തവന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുക. ഡാഡിയാണ് വിസിറ്റ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ട് പോകുന്നത്. ഓക്കെ. അതെ അതെ, അവിടെ കണ്ട ഗ്രാമം. അയലരികത്ത് വലയെറിഞ്ഞപ്പോ ചേട്ടനോട് ചോദിച്ചു നോക്കാം. എടാ ഒന്നിങ്ങോന്നേ, ഇവിടെ വാടാ. അങ്ങോട്ട് പോയി ചോദിക്കാം. അങ്ങോട്ട് പോകാൻ വഴിയില്ല. അതിർത്തി കിടക്കാൻ വന്നൊന്നുമല്ലല്ലോ, അവിടെ വരെ പോയപ്പോരെ. വാ, നടന്നു പോ. ഏറെയാണ് വിചാരമെങ്കിലും നേരമായത് ചൊല്ലുവാൻ. എടാ മോനെ, ഈ രാമപുരത്തേക്ക് എങ്ങനെ പോകുന്നേ? അഡ്രസ് പറയുന്ന ഈ വെള്ളാരടിക്കും. അവൻ പറഞ്ഞു കേട്ടില്ലേ? ഓ പമ്പി ചെല്ല്. ഞാനോ? അഡ്രസ് പറയണെങ്കിൽ മര്യാദയ്ക്കൊന്ന് വെള്ളം അടിക്കും. ചെല്ല്. ഇനി പറ, രാമപുരത്തേക്ക് എങ്ങനെ പോണ്ടേ? ആ വഴി പോയാൽ മതി. അപ്പൊ അങ്ങോട്ട് പോയാൽ എവിടെ എത്തും? ഈ പറഞ്ഞ സ്ഥലം ഒന്നെടുത്ത് ഞാൻ തലവണ്ടി അടിച്ചു പൊട്ടിക്കും. അപ്പൊ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും രാമപുരം. രാമപുരം. രാമപുരത്ത് വന്നിട്ട് രാമപുരം എവിടെയെന്ന് വെച്ചാൽ ഞാനെന്ത് പറയും? ഈ രാമപുരത്തെ ജാനകിയമ്മയുടെ വീട് എവിടെയാ? രാമപുരത്ത് തന്നെയാ. നീ കൂടുതൽ കളിക്കാൻ നിന്ന് കരുതി ഞാൻ തലക്കടിക്കുന്നേ പറഞ്ഞു. ജാനകിയമ്മയുടെ വീട് എവിടെ? മര്യാദയ്ക്ക് പറ. ഈ വഴിക്ക് പോവുക, എന്നിട്ട് കുണ്ടും കുഴിയുള്ളൊരു വഴി കാണാം.
ആ വഴിക്ക് പോയാ കാണാൻ പറ്റും ഒരു വേലിയൊക്കെ കെട്ടിയ ചെറിയൊരു വീട്. അതാണ് ജാനകിയമ്മയുടെ വീട്. ഹലോ, ബാക്കി വെള്ളം ആരടിക്കും? നീ ഇത് ഭ്രാന്തര കാണിക്കുന്ന. ഞാൻ വീണ്ടും എടുക്കണ്ടേ ഇനി? അതുകൊണ്ട് കളഞ്ഞേ. ഈ വീടാണെന്ന് തോന്നുന്നല്ലേ? ബ്രോ, നീ അന്വേഷിക്കുന്ന ആൾ ആദ്യം ഇവിടെ ഉണ്ടോന്നൊന്ന് ചോദിക്ക്. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആവും. അത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഈ ജാനകി ഞാൻ അമ്മ. തന്നെയാ. മോൻ ഏതാ? ഞാൻ സൂര്യനാരായണ വർമ്മയുടെ മകനാ. മോനെ, എന്റെ ചേച്ചിയുടെ മോനാണോ? വാ, കേറി വാ. ഞാൻ വരണം. വാ മോനെ, വാ. ഞങ്ങള് ഇവിടെ ഇരുന്നോളാം. ആ, ഇവിടെ ഇരിക്കാം. ഞങ്ങൾ അവിടെ ഇരിക്കെ. ചേച്ചി, അതെ, എന്റെ മോൻ, എന്റെ ചേച്ചിയുടെ മോനാ ഇത്. അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അവനാ ഇത്. എന്റെ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മോനതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം മോന്റെ കൂടെ തന്നെയില്ലേ. നീ എന്റെ ചേച്ചിയുടെ മോനല്ലടാ, എന്റെ സ്വന്തം മോനാ. എനിക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ടാ ദൈവം നിന്നെ എന്റെ മോനായിട്ട് ഇങ്ങോട്ടേക്ക് പായിച്ചത്. അതെ, നോക്കിയേ, ആരാ വന്നിക്കുന്നത്? ഇതാരാന്ന് മനസ്സിലായോ? നിങ്ങൾ ഇരുന്നോ? ചേച്ചിയുടെ മോനാ. അമ്മായി, ഞങ്ങള് മോനെ ഒന്ന് ഇരിക്കേ. എടി, നീ ഒന്നിങ്ങ് വന്നേ. വാ. ഇത്രയും കാലമായിട്ട് നിനക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ദാ ഇത് വെച്ചോ, ഇതിരിക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ കയ്യില് ഇത് മാത്രമേ ഉള്ളൂ മോനെ തരാൻ. കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്. ഇത് വിറ്റാ നിനക്ക് കുറച്ചുകൂടെ പൈസ കിട്ടും. അത് മോന്റെ ചെലവിന് വെച്ചോ, ഒന്നും വിഷമിക്കണ്ട. ഇതൊന്നും വേണ്ട, ഇതൊക്കെ കയ്യിൽ വെച്ചോ. ഇപ്പൊ ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം മാത്രം മതി. വേറെ എന്തെനിക്ക് വേണ്ടേ? അതല്ല മോനെ, ഇത് വേണ്ട അമ്മായി, ഞാൻ വീണ്ടും വരും. ഇറങ്ങ ഇറങ്ങട്ടെ, എന്നെ കാണാം. എന്തൊരു വിശപ്പാണ് അളിയാ. അതെ ബ്രോ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. വയറിന്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉള്ളത് പോലെ. അതിനെ തന്നെ മലയാളത്തിൽ വിശപ്പെന്നും ഇംഗ്ലീഷിൽ ഹംഗ്രി എന്നും പറയുന്നത്. എന്തെങ്കിലും ഒന്ന് തിന്നാം ബ്രോ. ബ്രോ ബ്രോ, അവിടെ ഇത് ഹോട്ടലാന്ന് തോന്നുന്നു. ഒന്ന് നിർത്തി. ഇവിടെയോ? പോസ് പോസ്, നിർത്ത്, സ്റ്റോപ്പ്. രണ്ട് പിള്ളേര് വരുന്നുണ്ട്, ചായ എടുക്ക. ആയിക്കോട്ടെ. എന്താ മക്കളെ, ചായക്കാണോ? അല്ല, ചായ വേണ്ട, നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാ മതി. വെറുതെ ചായ എടുത്തു. എന്തേലും ഉണ്ടോന്ന് നോക്കട്ടെ. ബ്രോ, ഇവിടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവോ? ഹോട്ടലല്ലേ, എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാവും. വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. വാ. ഓക്കെ. എന്താ വിശപ്പ്, ഒരു രക്ഷയില്ല. താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഇതാ മോനെ വെള്ളം. കടല അരച്ച് ചേർത്ത ചട്നി അത്. ഫീലിംഗ് ബെറ്റർ? താങ്ക് യു. താങ്ക് യു മുത്തശ്ശി, നൈസ് ഫുഡ്. എത്ര രൂപയായി ചേച്ചി? 10 രൂപയായി മോനെ. ഞങ്ങൾ അത്രയും കഴിച്ചിട്ട് 10 രൂപയായുള്ളോ? അയ്യോ, അങ്ങനെയല്ല മോനെ, ഞങ്ങളിവിടെ ചായ മാത്രം ഉണ്ടാക്കുന്നേ. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് തന്നു. അതെന്താ ചേച്ചി, നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അത്? അത് ഞങ്ങൾക്ക് തന്നാ പിന്നെ? ഞങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഒരു നേരം കഴിച്ചാൽ തന്നെ അധിക. നിങ്ങള് വിശന്ന് കയറി വന്നതല്ലേ, നിങ്ങൾക്ക് തരാതെ ഞങ്ങള് കഴിച്ചാലും സന്തോഷം ഉണ്ടാവില്ല. വലിയ ഉപകാരമായി ചേട്ടാ. അതൊന്നും സാരമില്ല മോനെ.
താങ്ക് യു സർ. ലവ് യു. ശരി പോയിട്ട് വരാം.